ഇവിടെ 4 ദിവസമായി നടക്കുന്ന 52ാമത് ജൂനിയർ 42ാമത് സബ് ജൂനിയർ കേരള സംസ്ഥാന മത്സരങ്ങളുടെ സമാപന സമ്മേളനം ചടങ്ങും വിജയികൾക്കുള്ള ട്രോഫി വിതരണത്തിന്റെ ചടങ്ങും ആരംഭിക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മളൊരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരു മത്സരത്തിൽ പങ്കെടുത്ത് നിൽക്കുകയാണ്. കുറേ പേര് ജയിച്ചു, കുറേ പേര് അത്രയും വിജയിച്ചില്ല, കുറച്ച് പേർക്ക് സെലക്ഷനായി. നിരാശയുള്ളവരുണ്ടാവും, ജയിച്ചതിൻ്റെ സെലക്ഷനായതിൻ്റെ സന്തോഷമുള്ളവരുണ്ടാവും. സോ ദാറ്റ് ഈസ് കോമ്പറ്റീഷൻ. നമ്മൾ ഏതൊരു മത്സരത്തിനകത്തും ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജയവും തോൽവിയാണ്. ജയം ആക്സെപ്റ്റ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്, പക്ഷെ അതിനെക്കാട്ടിലും വേണ്ടുന്നത് തോൽവിയും കൂടെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. നമ്മൾ എല്ലാം വിചാരിച്ച പോലെ നടക്കണം എന്നില്ല. അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ഈ ചാമ്പ്യൻഷിപ്പിൽ ജൂനിയർ സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ 686 പാർട്ടിസിപ്പൻസാണ് പങ്കെടുത്തത്. 280 ഗേൾസ്, 406 ബോയ്സ്. ഇതുവരെ പുതിയ റെക്കോർഡ്, ന്യൂ റെക്കോർഡ് 17 റെക്കോർഡ് ഭരിക്കപ്പെട്ടു. 11 ഗേൾസും 6 ബോയ്സും. ഈ സ്റ്റേറ്റിൽ നിന്നാണ് നാഷണൽ ക്വാളിഫൈ ചെയ്ത് അവിടെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്നാണ് തിരഞ്ഞെടുക്കുന്നത്. ഒളിമ്പിക്സ് നമ്മൾ ഭാരതം ഹോസ്റ്റ് ചെയ്യണമെന്ന് വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ആണെങ്കിലും ഭാരത സർക്കാരാണെങ്കിലും പല രീതിയിലുള്ള പല കാര്യങ്ങളും തുടങ്ങി വെച്ചിട്ടുണ്ട്. ഒളിമ്പിക് ടാർഗറ്റ് വെച്ചുകൊണ്ടുള്ള പല കാര്യങ്ങളും നടക്കുകയാണ്. അതിൽ സുപ്രധാനമായിട്ടുള്ള ഒരു ഐറ്റമാണ് സ്വിമ്മിങ് എന്നുള്ളത് മാത്രമല്ല, ഇതൊരു പാർട്ടിസിപ്പേഷൻ എന്നുള്ള നിലയ്ക്ക് കാണാതെ അതിനപ്പുറത്തേക്ക് ചിന്തിക്കാനും അതിനപ്പുറം സ്വപ്നം കാണാനും കൂടെ നമുക്ക് സാധിക്കുന്നു. 36 ഒളിമ്പിക്സിൽ മെഡൽ വാങ്ങാൻ പോകുന്നവരൊക്കെ ഇന്ന് സ്കൂളിൽ പഠിക്കുകയാണ്. ഇന്നത്തെ ജൂനിയറും സബ് ജൂനിയറും ഒക്കെയാണ്. ആ ഒരു ബോധത്തോടുകൂടെയുള്ള ഒരു അപ്രോച്ചാണ് ഇവിടെയുള്ള പാർട്ടിസിപ്പൻസ് ആയാലും ശരി, കോച്ചസ് ആയാലും ശരി, ഇതിൻ്റെ സംഘാടകരായാലും എല്ലാവരും കാണേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ക്വാളിഫൈ ചെയ്തവർക്ക്, ജയിച്ചവർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. പാർട്ടിസിപ്പേഷനാണ് ഏറ്റവും പ്രധാനം. ഇതിൽ നിന്ന് ക്വാളിഫൈഡ് ആയിട്ട് മുമ്പോട്ട് പോകുന്നവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ വിജയം നേടാനും അവിടെയൊക്കെ ഒരു പാലിക്കാനൊക്കെയുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്